നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സും ദേവീ സ്തോത്രാർച്ചനയും ഭജനയും സംഘടിപ്പിച്ചു. പ്രഭാഷകൻ സന്തോഷ് ലോളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സും ദേവി സ്തോത്രാർച്ചനയും ഭജനയും സംഘടിപ്പിച്ചു. പ്രഭാഷകൻ സന്തോഷ് ലോളിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അവരെ ഇടത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ ഏറെ ദീർഘമായിട്ട് ഇത്തരമൊരു സമ്മേളനം നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ താല്പര്യം വളരെ ഹൃദയപൂർവ്വം നിങ്ങൾ പറയുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ വികസനം അത് ഈ നാടിനോട് ചേർന്നിരിക്കാൻ എല്ലാ തലത്തിലും ആധ്യാത്മികമായും മറ്റു എല്ലാ രീതിയിലും നമ്മുടെ നാടിൻ്റെ ഒരു ഉണർവ് ഉണ്ടാക്കണമെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈവിധ്യമുള്ള പരിപാടികളുമായിട്ട് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ലൈബ്രറി ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എത്തിക്കാൻ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ വന്നിരുന്ന് വായിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴും ഈ മേഖലയിൽ വലിയൊരു വികസനം ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ പ്രൗഢമായ ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു. കല്ലിക്കണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രം, പൊയിലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ചെണ്ടയാട് നീളാമംഗലപുരം ക്ഷേത്രം, ചെറുവാഞ്ചേരിയിലെ വിവിധ ക്ഷേത്രങ്ങൾ സംയുക്തമായാണ് നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത ദേവി സ്തോത്രാർച്ചനയും ഭജനയും സംഘടിപ്പിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് പി മനോജ്, പഞ്ചായത്ത് അംഗം കെ ഹൈമജ, ചോയൻ ബാലകൃഷ്ണൻ, ജയൻ ചെട്ടിയാർ, പി വത്സൻ, പി ഗോപാലൻ, ശ്രീധരൻ വൈദ്യർ, എം രസിത, കെ സുരേഷ് കുമാർ, കെ അരവിന്ദാക്ഷൻ, കെ ചന്ദ്രി, രചന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നൃത്യങ്ങളും തിരുവാതിരയും അരങ്ങേറി. സമഗ്ര ന്യൂസ്, പാനൂർ.